ഇന്ന് പ്രിയപ്പെട്ട റോസി ചേച്ചിയുടെ സൗമന്യത്തോട് ചേർന്ന് ആലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ എൻ്റെ ചിന്തകൾ പോകുന്നത് ഇന്ന് വായിച്ച സുവിശേഷ ഭാഗം തന്നെയാണ്. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അതിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകധികളുമാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്നു മത്തായി വളരെ മനോഹരമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എണ്ണ വാങ്ങാൻ പോയ കന്യകാവാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞു. പക്ഷേ സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണം. മരണം എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളെ അറിയിച്ചുകൊണ്ടല്ല മരണം നമ്മുടെ പരിപാടിക്കിലെത്തുക. എന്നെ ഇപ്രകാരം ചിന്തിപ്പിച്ചത്, പല മരണങ്ങളും നടക്കുമ്പോൾ ഒന്നുകിൽ മക്കൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ആളുകൾ ഈ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അരികിലുണ്ടായിരിക്കില്ല. അവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുകയായിരിക്കും. ഒരുപാട് കാര്യങ്ങളിൽ അവർ ശ്രദ്ധാലുക്കളായിട്ട് ഓടി നടക്കുകയാണ്. ഒരുപക്ഷെ പ്രിയപ്പെട്ട മരണശയ്യയിലായിരിക്കുന്ന അല്ലെങ്കിൽ രോഗാവലംബിയായിരിക്കുന്ന ആളിന് വേണ്ടിയായിരിക്കും ഓടി നടക്കുക. പക്ഷേ കർത്താവ് പ്രിയപ്പെട്ട ദാസനെയോ ദാസിയോ പേരലിനെയോ അല്ലെങ്കിൽ ഈ ആളിനെ വിളിക്കുന്ന സമയം എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. ഇതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യം കുറവ് കൊണ്ടാകാം മറ്റു പല സ്ഥലങ്ങളിലും മറ്റു പല ഇടങ്ങളിലുമായിട്ട് അവർ ഓടി നടക്കുകയാണ്. ഈ ദൈവത്തെ പ്രാപിക്കാൻ കാത്തുകിടക്കുന്ന ആളിൻ്റെ അരികിൽ പ്രത്യേകിച്ച് ആരും അങ്ങനെ കാണില്ല. മരണമെടുക്കുമ്പോൾ ഓടി വന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും വെള്ളം കൊടുക്കുന്നത്. ഒരുപക്ഷെ മകൻ വരും, മക്കൾ വരും, മകൾ വരും എന്ന് കരുതും. പക്ഷേ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും, ഒരിക്കലും നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളായിരിക്കും വന്ന് അവസാനത്തെ ഒരു തുള്ളി വെള്ളം ചുണ്ടു നനയ്ക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് മരണങ്ങൾ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ലോസിച്ചിട്ട് ഈ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച എന്നെ ശക്തമായി പിടിച്ചു പിടിക്കുന്ന വിധത്തിൽ എൻ്റെ മനസ്സിനെ ചേച്ചിയുടെ അരികിലേക്ക് എത്തണമെന്നുള്ള ചിന്ത തന്നു. ആഴ്ചകൾക്ക് മുമ്പ് പോയി മെഡിക്കൽ കോളേജിൽ കണ്ട് സന്ദർശിച്ച് പ്രിയപ്പെട്ട ചേച്ചി വീട്ടിലേക്ക് പോകുന്നതാണ്. ശേഷം കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് വീണ്ടും വളർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. സാധാരണ രീതിയിൽ ഉള്ള ഒരു യാത്രയാണല്ലോ. പോകുമ്പോൾ സൗഖ്യം പ്രാപിക്കും, ആശ്വാസം ലഭിക്കും, തിരികെ വരും. ഇങ്ങനെയാണ് കരുതിയത്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പോകണമെന്ന് മനസ്സിൽ കരുതി. തലേ ദിവസം ചർച്ച വരുന്നു. ഇവിടെ ഓടിയിരുന്നവരൊക്കെ പോകുന്നില്ല, പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി സ്വാഭാവികമായ ഒരു അഭിപ്രായം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എന്നാൽ വ്യാഴാഴ്ച ഉച്ചയാകുമ്പോൾ തന്നെ ശക്തമായ ഒരു ദൂത് പ്രിയപ്പെട്ട ചേച്ചിയുടെ അരികിലേക്ക് ചെല്ലാൻ എന്നെ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇതിനു മുമ്പ് പോകുമ്പോഴും പ്രിയപ്പെട്ട ലോസ് ചേച്ചി ഒത്തിരി വേദന സഹിക്കുന്നുണ്ട്. സ്ട്രോക്ക് വന്നു, ഒന്നിലധികം സ്ട്രോക്കുകൾ വന്ന് വളരെയധികം അസ്വസ്ഥത അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഈ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ വളരെ തീവ്രമായ വേദന ഈ പ്രിയപ്പെട്ട ചേച്ചി അനുഭവിക്കുന്നു. മരുന്നിൻ്റെ സജഷൻ ഉണ്ടെങ്കിൽ പോലും ഈ വേദന അസഹനീയമാണെന്ന് ശരീരത്തിൽ ഓരോ അവയവങ്ങളും
പ്രത്യേകമായും പിടയുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ വിറയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് ബോധ്യമാവുക, നമുക്ക് അടുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അത് കാണാൻ. ചില ക്യാൻസർ പേഷ്യൻസ് പ്രകാരം വലിയ തീവ്രവേദനയിലൂടെ പോകുന്നത്, വളരെ അക്യൂട്ട് പെയിൻ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ വിധം വരുന്ന വളരെ ശക്തമായ വേദന ശരീരത്തിൽ അനുഭവിക്കുന്നു എന്ന് ഞാൻ കാണുകയും ബോധ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഈ റോസ്ലി ചേച്ചിയുടെ നാവിൽ നിന്നും വന്നൊരു പദമാണ് എന്നെ അങ്ങോട്ട് ആകർഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എപ്പോഴും ചേച്ചി പറയുന്നൊരു പദമുണ്ട്, ഈശോയെ ഈശോയെ ഈശോയെ. ഞാൻ പല പ്രാവശ്യം അമ്മയെ കാണാൻ വീട്ടിൽ പോയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ വേദനയുടെ സമയത്ത് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിളിച്ചു വരുത്താൻ വേണ്ടിയല്ല ശ്രമിക്കുക, അതിനേക്കാൾ ഉപരി ഈശോയെ ഈശോയെ എന്ന്. അതായിരുന്നു ശരിയായ തിരിച്ചറിവും വിളിയുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഈശോയെ ഈശോയെ എന്ന് തന്നെ തന്നെ പലതവണ പറഞ്ഞ് ഉരുവിട്ടുകൊണ്ട് തന്നെ തന്നെ രൂപീകരിക്കുകയായിരുന്നു. പൂർണ്ണമായും ഒരു ക്ലീനിങ് ചെയ്യുക, ഒരു പ്രത്യേകമായി ശുദ്ധീകരിക്കുന്ന ക്രമത്തിലായിരുന്നു. പരിശുദ്ധമായ വായനയിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, മാലിന്യങ്ങളിൽ നിന്നും എന്നെ കഴുകണമേ, എൻ്റെ പാപസാഹചര്യത്തിൽ നിന്നും എനിക്ക് വിടുതൽ നൽകണമേ, എന്നെ എൻ്റെ ബലഹീനതയിൽ നിന്നും പൊക്കിയെടുക്കണമേ, എൻ്റെ ബലഹീനതയിൽ എന്നോട് കരുണയായിരിക്കണമേ. നിരവധി പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചു. ജീവിതകാലത്ത് നമുക്ക് ഇപ്രകാരമല്ല ബലഹീനതകളും ഉണ്ടാവും. പാപാവസ്ഥയിൽ ജീവിക്കുന്നത് കൊണ്ട് തെറ്റിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരും ഒക്കെ ശരിയാണ്. നമ്മളെല്ലാം ബലഹീനരാണ്, മനുഷ്യരാണ്. ദൈവം മാത്രമേ പാപമില്ലാത്തവരുള്ളൂ, നമ്മളെല്ലാം പാപികളാണ്. ഈ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ വിളിക്കാൻ തുടങ്ങും, ഈശോയെ വിളിക്കാൻ തോന്നും. കാരണം ഞാൻ ചെയ്തു പോയ തെറ്റുകളോട് എന്നോട് കരുണ തോന്നണമേ, എന്നോട് എനിക്ക് മാപ്പ് തരണമേ, ഞാൻ മാപ്പിരക്കുകയാണ്. ദൈവമേ, നീയാണ് സർവശക്തൻ. ഇപ്പോൾ ഇതാ ഞാൻ വ്യസനിക്കുന്നു, വേദനിക്കുന്നു, ദുഃഖിക്കുന്നു, പക്ഷേ എനിക്ക് നിന്റെ കരം നീട്ടിത്തന്ന് എന്നെ ബലപ്പെടുത്തണം. ആ വിളി ദൈവത്തിങ്കൽ ചെന്നു, ദൈവം അതിന് പ്രത്യുത്തരം കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം പ്രിയപ്പെട്ട അമ്മ യോഗ്യതയോടെയാണ് ഈ പ്രതീക്ഷയിലേക്ക് യാത്രയാകുക. ഞാനിവിടെ നിന്ന് ചെല്ലുന്നു, പരിശുദ്ധമായ രോഗിലേപനം കൊടുക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട ജീവിത പങ്കാളി ജോയിച്ചാൻ അടുത്തുണ്ട്, വിനു അടുത്തുണ്ട്. ഇവർ രണ്ടുപേരും അതിന് ദൃക്സാക്ഷികളാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആത്മീയ ചൈതന്യം കൊണ്ട് ആരോഗ്യം പ്രാപിക്കാൻ കർത്താവെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച് രോഗിലേപനം കൊടുത്തപ്പോൾ സഭ നൽകിയ കർത്താവിനെ മുഖാമുഖം കാണുന്ന ദൃശ്യമായ ആ അടയാളം കൊടുത്ത് പ്രിയപ്പെട്ട അമ്മയെ ഈ ലോകത്ത് നിന്നും പറഞ്ഞയക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചരിതാർത്ഥ്യം. പലപ്പോഴും അങ്ങനെ സാധിക്കാറില്ല. ഒരുപക്ഷെ മാതാപിതാക്കളോ മക്കളോ അല്ലെങ്കിൽ അത് ആരെങ്കിലും ബന്ധുമിത്രാദികളോ അതിനത്ര കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അതല്ലെങ്കിൽ മറന്നുപോയത് കൊണ്ടാണോ എന്നറിയില്ല, അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല. ഇപ്രകാരമുള്ള ഈ അവസാനത്തെ കർമ്മം, അത് രോഗിലേപനം എന്ന് പറയുന്നത് ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന, ദൈവകരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കാൻ സുബോധത്തോടെ വിട്ടുകൊടുക്കാൻ ആത്മീയ ശക്തി കൊടുക്കുന്ന കൂദാശയാണ്. പൂർണ്ണമായ ആരോഗ്യം പ്രാപിക്കാനുള്ള കൂദാശയാണ്. എല്ലാ നിരാശയിൽ നിന്നും എഴുന്നേൽക്കാനുള്ള കൂദാശയാണ്. അതുകൊണ്ടാണ് ഈശോ അത് സ്ഥാപിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, ഈ ചേച്ചി, ഈ അമ്മ ഇന്ന് നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. പ്രിയപ്പെട്ട ചോദിച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ആദ്യം പള്ളിയിൽ വരുന്ന 2 പേരിൽ ഒരാളാണ്. 7:30 ശുശ്രൂഷ തുടങ്ങുന്നത്. 7:05 ആകുമ്പോഴേക്കും ജോയിച്ചാൻ കുരിശിൻ്റെ അവിടെ എത്തിയിരിക്കും. പിന്നെ ഒരു അമ്മച്ചിയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, വാർദ്ധക്യം ഏറുമ്പോഴേക്കും ദൈവത്തിൻ്റെ അരികിലേക്ക് വരണം, ദൈവത്തോട് ചേരണം. ദൈവത്തെ പ്രാപിക്കുന്നതിനുള്ള അടയാളമാണ് നീ ദേവാലയത്തിൽ നേരത്തെ പോകുന്നതും ദൈവിക ശുശ്രൂഷയെ സംബന്ധിക്കുന്നതും ദൈവാരാധനയെ സംബന്ധിക്കുന്നതിനെല്ലാം നീ ദൈവത്തെ നന്നായി ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു എന്ന്
അകമേ ആഗ്രഹിക്കുന്നത് പുറമേ കാണിക്കുന്നതാണ്. അത് നമ്മളെപ്പോഴും പ്രകടമാക്കിക്കൊണ്ടിരിക്കും. അത് പ്രിയപ്പെട്ട ജോയിച്ചാനോട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ വന്ന നാൾ മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്, ചെയ്യുന്നവരുമാണ്, ഓടി നടക്കുന്നവരുമാണ്. പക്ഷേ വചനത്തിൽ പറയുന്നു, ശ്രദ്ധ വേണം, അതീവ ശ്രദ്ധ വേണം. ഈ പ്രകാരമുള്ള ഈ കാര്യങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറരുത്. നീ ദേവാലയത്തിൽ വരേണ്ടത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിന് പരിശീലനം അനുസരിച്ച് ഞായറാഴ്ചയെങ്കിലും നീ ദേവാലയത്തിൽ വരണം, ശുശ്രൂഷയിൽ സംബന്ധിക്കണം, ആരാധനയെ സംബന്ധിക്കണം. അതിൽ നിന്നും നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം എന്തുമാകട്ടെ, നീ മാറരുത്. നിന്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നീ ദൈവത്തെ ആരാധിച്ചിട്ട് നീ ഇറങ്ങിപ്പൊക്കി നിനക്ക് ശുഭമാകും. അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രിയപ്പെട്ട ഈ ചേച്ചിയുടെ ജീവിതത്തിൽ ചോദിച്ചതിനോട് ഞാൻ കണ്ടത്. ശുശ്രൂഷ കഴിഞ്ഞ് നീ കൊടുക്കുക, അപ്പോൾ നമ്മെ തന്നെ വിശദീകരിക്കുന്ന ചിന്തകൾ നമ്മളിലേക്ക് വരും. അതുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട അമ്മ അനുഭവം